കോഫി അല്ലെങ്കിൽ കാപ്പി പ്രേമികളുടെ നാടാണല്ലോ കേരളം. പലരുടെയും ഒരു വലിയ സംശയമാണ് കാപ്പി കുടിച്ചാൽ BP കൂടുമോ എന്ന്. അതൊരു ലോജിക്കലായിട്ടുള്ളൊരു സംശയമാണ്. കാപ്പി കുടിച്ചാൽ BP കൂടും. കാരണം എന്ന് വെച്ചാൽ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്നൊരു കെമിക്കൽ ഉണ്ട്. ഈ കെമിക്കൽ നമ്മുടെ എഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ഹോർമോൺ, നമ്മുടെ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന നമ്മളിൽ കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുവരുന്ന ഒരു ഹോർമോണാണ് എഡ്രിനാലിൻ. നമ്മുടെ സ്ട്രെസ് കൂട്ടുന്ന ഒരു ഹോർമോൺ, ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ കോഫി ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലൈറ്റ് ഈ 3 തരത്തിലാണ്. അപ്പൊ ഇത് എന്ത് ചെയ്താലും നമുക്കറിയാം നമ്മളൊരു ടെൻഷൻ വരും. ഈ ഒരു ടെൻഷൻ നമ്മളുടെ ബ്ലഡ് വെസൽസിലും വരും. അതിനെ നമ്മൾ വാസോ കൺസ്ട്രക്ഷൻ എന്നാ പറയാം. നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തം കൊണ്ടുപോകുന്ന കുഴലുകളുടെ ആ ട്യൂബ്സ് അല്ലെങ്കിൽ ആ പൈപ്സ് കൺസ്ട്രക്റ്റഡ് ആവും, ടൈറ്റ് ആവും, ചുരുങ്ങും. ഈ വാസോ കൺസ്ട്രക്ഷൻ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് നാച്ചുറലി അതിലെ കൂടെ പോകുന്ന ബ്ലഡിന്റെ പ്രഷർ കൂടും. അപ്പൊ BP ഉള്ള ഒരു വ്യക്തി കാപ്പി അമിതമായി കുടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തിയിൽ BP കൂടാനുള്ള സാധ്യതകൾ എന്നും കൂടുതലാണ്. പിന്നെ രണ്ടാമത്, കോഫി ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഉറക്കം ഒക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാപ്പി കുടിച്ചാൽ ഉറക്കം മാറി നമുക്ക് കുറെ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറെ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഉറക്കത്തിന്റെ ലെവൽസും ഓൾട്ടർ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് കോഫി. അപ്പൊ നമ്മൾ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നാലും ഒരു വ്യക്തിക്ക് BP കൂടാനുള്ള സാധ്യതകൾ കൂടും. അപ്പൊ അവിടെയും കോഫി ഹൈപ്പർ ടെൻഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കോഫിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കഫീൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഹാബിറ്റ് ഫോമിംഗ് ആണ്. നമ്മൾ ഇതിന് ഡിപ്പെൻഡൻസി വരും. അപ്പൊ ഡിപ്പെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ കോഫി ഡ്രിങ്കിങ് റെഗുലർ ബേസിസിൽ പോയി കഴിഞ്ഞാൽ ഇൻ ലോങ് റൺ ഒരു ഹൈപ്പർ ടെൻസീവ് അല്ലാത്ത ആളിൽ പോലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനായിട്ട് അധികമായ രക്തസമ്മർദ്ദം വന്നു ചേരാനുള്ളൊരു കാരണം തന്നെയാണ്. അപ്പം വാട്ട് ലെവൽ ഓഫ് കോഫി അല്ലെങ്കിൽ എത്ര കാപ്പി കുടിക്കുന്നത് ഇസ് സേഫ് എന്ന് ചോദ്യം വരുമല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് BP ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ 1 to 2 കപ്സ് ഓഫ് കോഫി, മഗ്സ് ഓഫ് കോഫി അല്ല, ഡെയിലി ഓക്കെയാണ്. പക്ഷെ അത് ഒരു റെഗുലർ ബേസിസിൽ എടുക്കുന്നത് അപ്പോഴും പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വൺസ് ഇൻ എ വൈൽ കോഫി ഇൻടേക്ക് ഈസ് ഓക്കെ. ഹൈപ്പർ ടെൻസീവ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ കോഫി ഇൻടേക്ക് മാറ്റിവെക്കുന്നത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്നും നല്ലത്.